5 സംസ്ഥാനങ്ങളിൽ 4ഇടത്തും ബി.ജെ.പി. അധികാരത്തിൽ. ഗോവയിൽ മത്സരമിത്തിരി കടുത്തു എന്ന് മാത്രം. പഞ്ചാബിൽ ആം ആദ്മിയുടെ തേരോട്ടം. ഒരിടത്ത് പോലും ഭരണം പിടിക്കാനാകാതെ തകർന്നടിഞ്ഞു കോൺഗ്രസ്. ഇതാണ് ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രം. ഉത്തരാഖണ്ഡിലും ചരിത്രം കുറിച്ചാണ് ബി.ജെ.പി. ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തേരോട്ടത്തോടെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി ബി.ജെ.പി. മാറുകയാണ്. യു.പിയിലെ വിജയം ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തെ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ കൂടി മാറ്റി എഴുതുകയാണ്. കാർഷിക നിയമങ്ങളിലെ അടക്കം പ്രതിഷേധങ്ങളും ലഖിംപൂർ ഖേരിയിലെ കർഷകരുടെ കൊലപാതകവും ഒന്നും തന്നെ ബി.ജെ.പിയെ ബാധിച്ചില്ല. പഞ്ചാബിൽ മാത്രമാണ് അപവാദത്തിന് കാരണമായ പ്രകടനം കാഴ്ചവെച്ചത്. യു.പിയിൽ ഇത്തവണ കാലിടറിയിരുന്നുവെങ്കിൽ ബി.ജെ.പിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയും സംഭവിക്കാതെ 2024 തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാനുള്ള കുതിപ്പിലാണ് ബി.ജെ.പി. വർഷത്തിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ ഒരു തുടർഭരണം ഉണ്ടാകുന്നത്. 1985-ൽ കോൺഗ്രസ് ആണ് അവസാനമായി ഉത്തർപ്രദേശിൽ തുടർഭരണം നേടിയത്. ഇന്ന് ആ കോൺഗ്രസ് 2 സീറ്റിലേക്ക് ഒതുങ്ങി. 2017-ൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് കേശവ് പ്രസാദ് മൗര്യയായിരുന്നുവെങ്കിൽ ഇത്തവണ മൗര്യ പരാജയം നേരിട്ടു എന്നതും എടുത്തു പറയണം. പരാജയങ്ങളിൽ കോൺഗ്രസിനെ ഏറെ വേദനിപ്പിച്ചത് പഞ്ചാബിലെ തോൽവിയായിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയുറപ്പിച്ചാണ് എ.പി. അധികാരത്തിലെത്തുന്നത്. സംസ്ഥാനത്തെ സമസ്ത മേഖലകളിലും ഈ മുന്നേറ്റം ദൃശ്യമായി. കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, ശിരോമണി അകാലിദൾ അപ്രസക്തമാവുകയും ചെയ്തു. ചരൺജീത് സിംഗ് ചന്നിയും അമരീന്ദർ സിംഗും പ്രകാശ് സിംഗ് ബാദലും സുഖ്ബീർ സിംഗ് ബാദലുമെല്ലാം പരാജയം രുചിക്കുകയും ചെയ്തു. ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് ചന്നിയെ മുൻനിർത്തി നടത്തിയ പരീക്ഷണവും കോൺഗ്രസിനെ തുണച്ചില്ല. പാർട്ടിയിലെ ഉൾപോരും വടംവലിയും പ്രചാരണത്തിലെ ഏകോപനത്തിലെ വീഴ്ചയും പരാജയ കാരണമായി. ഗോവയിൽ തുടർച്ചയായ 3ാം തവണയാണ് ബി.ജെ.പി. അധികാരത്തിനടുത്തെത്തുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് മാത്രം കുറവുള്ള ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കൂറുമാറാതിരിക്കാൻ സത്യം ചെയ്യിച്ചും റിസോർട്ടിൽ പാർപ്പിച്ചും എം.എൽ.എമാരെ സംരക്ഷിച്ച കോൺഗ്രസിന് ഇനിയൊന്നും ബാക്കിയില്ല. ഗോവയിൽ പരീക്ഷണത്തിനിറങ്ങിയ മമതയ്ക്ക് സീറ്റ് നേടാനായില്ല. അതേസമയം ആദ്യ മത്സരത്തിൽ 2 സീറ്റുകൾ എ.പി. കരസ്ഥമാക്കുകയും ചെയ്തു. മനോഹർ പരീക്കറിന്റെ മകൻ ഉത്പലും ബി.ജെ.പി. വിമതനായ മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറും പരാജയം നേരിട്ടു. ഇഞ്ചോടിഞ്ച് മത്സരം പ്രവചിച്ചിരുന്ന ഉത്തരാഖണ്ഡിൽ ചരിത്രം തിരുത്തി ബി.ജെ.പി. ആദ്യം പിന്നിലും പിന്നീട് ഒപ്പത്തിനൊപ്പം നിന്ന ബി.ജെ.പി. വലിയ മുന്നേറ്റമാണ് അവസാനം നടത്തിയത്. ഉത്തരാഖണ്ഡ് രൂപീകരണ ശേഷം ഇതുവരെയും ഒരു പാർട്ടിയും ഭരണ തുടർച്ച നേടിയിരുന്നില്ല. ആ ചരിത്രമാണ് ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ പരാജയപ്പെടുത്താനായെങ്കിലും കോൺഗ്രസിനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പരാജയം നേരിടേണ്ടി വന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും ഇളകി. ഭരണവിരുദ്ധ വികാരവും വികസനവും ചാർധാം ബില്ലും വിഷയമാക്കിയ പ്രചാരണം കോൺഗ്രസിനെ തുണച്ചില്ല. രജപുത്ര ബ്രാഹ്മണ ഠാക്കൂർ വിഭാഗം ഒരേപോലെ ബി.ജെ.പിയെ പിന്തുണച്ചു.
കോൺഗ്രസ് വോട്ട് ബാങ്കായിരുന്ന ദളിത്, പിന്നാക്ക, സിഖ് വോട്ടുകൾ ഭിന്നിച്ചതും പരാജയ കാരണമായി. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും ആം ആദ്മി നേടിയ പിന്തുണ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയ്ക്ക് ആക്കം കൂട്ടി. പിന്നെ പതിവ് ചേരുവയായ സംഘടനാ പോരും തോൽവിയുടെ മറ്റൊരു കാരണമായി. പ്രവചനങ്ങൾ ശരിവെക്കുന്നതായിരുന്നു മണിപ്പൂരിലെ BJPയുടെ ജയം. തുടർച്ചയായ രണ്ടാം തവണയും മണിപ്പൂരിൽ BJP തന്നെ സർക്കാർ രൂപീകരിക്കും. 31 സീറ്റ് നേടിയ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 9 സീറ്റുകൾ നേടി NPPയും വലിയ മുന്നേറ്റമാണ് നടത്തിയത്. മണിപ്പൂരിൽ ഉറച്ച വേരുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 15 വർഷം തുടർച്ചയായി മണിപ്പൂർ ഭരിച്ച കോൺഗ്രസിന് ഇത്തവണ 2 അക്കം കടക്കാനുമായില്ല. നാഗ, ഗോത്ര മേഖലകളിൽ മാത്രം മത്സരിച്ച NPF കോൺഗ്രസിനേക്കാൾ സീറ്റ് നേടിയതോടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അടിത്തറ നഷ്ടമാവുകയാണെന്ന് പറയേണ്ടി വരും.